ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് നിസാൻ സണ്ണി ഉണ്ട്, ഡീസലാണ് നിസാൻ സണ്ണി. കസ്റ്റമർ കംപ്ലയിൻറ്റ് കൂളൻ്റ് കുറേ ഉണ്ടായിരുന്നു. കൂളൻ്റ് ലീക്കാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഈ നമ്മളെ ഓയിൽ കൂളർ ഉണ്ടല്ലോ, ഓയിൽ കൂളറിൻ്റെ ബാക്ക് കൂടെയാണ് ലീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓയിൽ കൂളറും കാര്യങ്ങളും കഴിച്ചു. ഓയിൽ കൂളർ അയച്ച സമയത്ത് വാട്ടർ പമ്പിൻ്റെ അവിടെയും ലീക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഇനി വാട്ടർ പമ്പ് അഴിക്കണം, അതിൻ്റെ കൂടെ വാട്ടർ പമ്പ് അഴിക്കണം. വാട്ടർ പമ്പ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് അഴിക്കാൻ പറ്റും. ടൈമിംഗ് ബെൽറ്റിൻ്റെ കൂടെയാണ് വാട്ടർ പമ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടൈമിംഗ് ബെൽറ്റിൻ്റെ ഭാഗം കേട്ടോ. പമ്പ് ക്യാമ് വാട്ടർ പമ്പ് അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ടൈമിൻ്റെ ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ടൈമിംഗ് മാർക്ക് കാര്യങ്ങളൊക്കെ എവിടെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ക്രാങ്കിൻ്റെ പുള്ളിയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രാങ്കിൻ്റെ ലോക്ക് വരുന്നത് ഇതാ ഈ ഗാർഡിൻ്റെ അത് മുകളിലേക്കായിരിക്കും കേട്ടോ. അതേ തൊട്ടടുത്തൊരു ചെറിയൊരു ഡോട്ട് ഉണ്ടായിരിക്കും. ആ ഡോട്ട് നേരെ അടിഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ചായി. അല്ലാന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ അവിടെ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതവിടെ ഈ ഡോട്ട് അവിടെ ഒരു മാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രാങ്കിൻ്റെ മാർക്കിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഗിയർ ബോക്സിൻ്റെ അവിടെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ലോക്ക് ചെയ്തിട്ടില്ല, ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ക്രാങ്കിൻ്റെ മാർക്കിംഗ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നേരെ മുകളിൽ പോവാം. ക്യാമിൻ്റെ ലോക്ക് ഇവിടെ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഇനി ക്യാമ് ലോക്ക് ചെയ്യുന്നതാ ഒരു 12ൻ്റെ ബോൾട്ട്, ഒരു 12 ബോൾട്ട് അല്ലെങ്കിൽ 10ൻ്റെ ബോൾട്ട് എടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് കേട്ടോ. അവിടെ ഒരു ഗാർഡ് ഉണ്ടായിരിക്കും. ഈ ഹോളിൽ കൂടെ നേരെ ഹെഡിലേക്ക് ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഹോളിലേക്ക് നേരെ കയറ്റി വെച്ചായി. അപ്പോൾ ക്യാമ് ലോക്കായി. ഇതുണ്ട്, ഈ ബോൾട്ട് ഞാൻ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ക്യാമിൻ്റെ ലോക്ക്. ഇനി പമ്പിൻ്റെ ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിൻ്റെ ഇതാ ഈ പുള്ളിയിൽ ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. കണ്ടോ, ഈ ഡോട്ട് മാർക്ക് ചെയ്തിരിക്കുക. നേരെ ഇതാ ആ ക്ലാമ്പ് ഉണ്ടല്ലോ, ഇവിടെ ഇതുണ്ട്, ഡോട്ടുണ്ട്, അത് നോക്കണ്ട. ഇവിടെ ഡോട്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്തേക്കുക. ഈ ക്ലാമ്പിൻ്റെ നേരെ മാർക്ക് ചെയ്ത് വെച്ചാൽ ഇതുണ്ട്. ഈ ക്ലാമ്പിൻ്റെ നേരെ ജസ്റ്റ് ഒരു പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് വെച്ചോ. അതാണ് പമ്പിൻ്റെ മാർക്കിങ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ക്രാങ്കിൻ്റെയും ക്യാമിൻ്റെയും മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ പമ്പിൻ്റെയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇനി ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളും അയക്കുക. വാട്ടർ പമ്പിൻ്റെ ബോൾട്ടും കാര്യങ്ങളും ഒരു 4-5 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ബോൾട്ടും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഏകദേശം നിസാൻ, മൈക്ര, റെനോൾട്ട് ഒക്കെ സെയിം ആണ് കേട്ടോ. ഓയിൽ കൂളറും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പ് വേറെ ഉണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ടൈമിങ്ങിൻ്റെ ബെൽറ്റ് മാറാനും വാട്ടർ പമ്പ് മാറാനൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.